الحمد لله الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على نبينا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനം നിറഞ്ഞ വിശ്വാസിനികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ള ഒരു ജീവിതം നയിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ തൃപ്തി ലഭിക്കുന്ന സൂക്ഷ്മതയുള്ള വിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മനുഷ്യൻ്റെ ജീവിതം എല്ലാ അർത്ഥത്തിലും പൂർണ്ണത കൈവരിക്കുന്നത് അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു ഇണ വന്നു ചേരുമ്പോഴാണ്. ആണിന് പെണ്ണും പെണ്ണിനാണും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാകുന്നത്. നമ്മുടെ വിവാഹ ജീവിതം, ദാമ്പത്യ ജീവിതം എന്നൊക്കെ പറയുന്നത് അള്ളാഹു നമുക്ക് തരുന്ന എത്രയോ വലിയ അനുഗ്രഹമാണ്. അത് മനോഹരമായ അധ്യായമാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ സ്വാഭാവികമായി അതിൻ്റെ വരികൾക്കിടയിൽ ചിലപ്പോൾ പിണക്കങ്ങളുണ്ടാകും. അത് സ്വാഭാവികമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരിക്കൽ ഒരു പെണ്ണ് തൻ്റെ ഭർത്താവിനെ കുറിച്ച് ചില പരാതികൾ പറയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഭർത്താവ് ഞാൻ നമസ്കരിക്കുമ്പോൾ എന്നെ അടിക്കാറുണ്ട്, അതാണ് ഒന്നാമത്തെ കംപ്ലൈൻറ്റ്. രണ്ടാമത്തത്, ഞാൻ നോമ്പ് നോക്കുമ്പോൾ എന്നെ നോമ്പ് മുറിപ്പിക്കാറുണ്ട്. ഇത് രണ്ടും വലിയ കംപ്ലൈൻ്റ് ആണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴാണ് ഭർത്താവിനെ വിളിക്കുന്നത് യാ സഫ്വാൻ ഇബ്നു മുഅത്തിൽ, അതാണ് ആ സഹാബിയുടെ പേര്. ചോദിച്ചു, എന്താണ് താങ്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മൾ ആലോചിച്ചു പോകും. ഭാര്യ എന്താണ് പറയുന്നത് എന്ന വാദം മാത്രം കേട്ടിട്ട് ഒരു തീരുമാനം എടുക്കുകയല്ല. എന്താണ് രണ്ടുപേരുടെയും വാദങ്ങൾ, അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നും കൂടെ കേട്ടിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയുള്ളത് പറയുന്നത്. അപ്പോഴാണ് സഫ്വാൻ പറയുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അവളുമായി നമസ്കാരത്തിൽ വഴക്കിടാറുള്ളത്, അവൾ നമസ്കരിക്കാൻ എഴുന്നേറ്റാൽ ദീർഘമായ രണ്ട് ദീർഘമായ സൂറത്തുകൾ ഓതുമ്പോൾ സ്വാഭാവികമായി വീടാണ്, വീട്ടിന്റെ ഒരുപാട് അതിന്റെ ചില ആവശ്യങ്ങൾ ഉണ്ടാവും, ഞാനുണ്ട്, മക്കളുണ്ട്, അതൊന്നും ശ്രദ്ധിക്കാതെ ഇവള് നിസ്കാരമാണ്. അതാണ് നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഞാൻ അവളോട് വഴക്കിടാറുള്ളത്. രണ്ടാമത്തത്, ഞാൻ എന്നും അവളുടെ അടുക്കലേക്ക് പ്രവേശിച്ചാലും അവൾ നോമ്പുകാരിത്തിയാണ്. ഇന്ന് നോമ്പാണ്, നാളെ നോമ്പാണ്, ഇനി മറ്റന്നാൾ പോയാൽ അന്നും നോമ്പാണ്. എന്ന് പറഞ്ഞാൽ ഭർത്താവ് എന്ന നിലയിൽ എനിക്ക് കിട്ടേണ്ട അവകാശങ്ങളെ സമീപിക്കാൻ പോലും എനിക്ക് കഴിയില്ല. അപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിനോട് പറഞ്ഞു കൊടുക്കുന്നത്, നീ നമസ്കരിച്ചോളൂ, കുഴപ്പമില്ല, പക്ഷെ നീ ലളിതമായ രണ്ട് സൂറത്ത് ഓതി നമസ്കരിക്കുക. നീ നോമ്പ് അനുഷ്ഠിച്ചോളൂ, കുഴപ്പമില്ല, പക്ഷെ ഭർത്താവിന്റെ അനുമതി കൂടെ ചോദിച്ചിട്ട് നീ നോമ്പ് അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പെണ്ണിനോട് പറയുന്നത് എന്താണ്? നിന്റെ ഭർത്താവിന്റെ അവകാശം ഹനിക്കാൻ ദീൻ പോലും നിനക്ക് തടസ്സമാവരുത്, ഖുർആൻ പോലും, നോമ്പ് പോലും നിനക്ക് തടസ്സമാവരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യമാർക്ക്, നമ്മുടെ ഭർത്താക്കന്മാർക്ക് നമ്മൾ സമയം കൊടുക്കുന്നതിൽ നിന്ന് ദീനല്ല, ഇന്ന് നമ്മുടെ ദുനിയാവിനെ തടയാം. നമുക്ക് ദുനിയാവിന്റെ ഒരുപാട് തിരക്കുകളുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് സമയം നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. അമർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം പേര് കേട്ട സഹാബിയാണ്. അദ്ദേഹത്തിന്റെ മകൻ അബ്ദുല്ലാഹ് ബിൻ അമർ, രണ്ടും സഹാബാക്കളാണ്. പക്ഷെ വാപ്പയേക്കാൾ വലിയ ആബിദായിരുന്നു മകൻ അബ്ദുള്ള. വാപ്പക്ക് വലിയ ആഗ്രഹം മകനെ കെട്ടിക്കണം, അങ്ങനെ മകനെ കെട്ടിക്കുകയാണ്. അന്ന് നാട്ടിലെ ഏറ്റവും പ്രമുഖരായ ഒരു സ്ത്രീയെ തന്നെ
കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. കുറച്ച് ദിവസത്തിന് ശേഷം വാപ്പ സ്ഥിതി വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് മകന്റെ വീട്ടിലേക്ക് പോവാണ്. മകനില്ല, ഭാര്യ മാത്രമേ ഉള്ളൂ. ഭാര്യയോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് എന്റെ മകൻ, തൃപ്തയാണോ? അപ്പോഴാണ് ഭാര്യ പറയുന്നത്, മകൻ തിരക്കേടൊന്നുമില്ല, നല്ല മോനാണ്, പക്ഷേ ഇതുവരെ ഈ വിരിപ്പ് മാറ്റിയിട്ട് അയാൾ എൻ്റെ അടുക്കലേക്ക് ഇതുവരെ വന്നിട്ടില്ല. രാവിലെ മുഴുവൻ നോമ്പാണ്, രാത്രി മുഴുവൻ ഖുർആൻ ഓതി നമസ്കാരമാണ്. മോനൊന്നും തിരക്കേടില്ല, നല്ലതാണ്, പക്ഷേ രാവിലെ മുഴുവൻ നോമ്പും രാത്രി മുഴുവൻ ഓതി നമസ്കാരമാണ്, എൻ്റെ അടുക്കലേക്ക് വരാൻ പറ്റിയിട്ടില്ല. ഇത് കേട്ടപ്പോൾ വാപ്പാക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ ആഗ്രഹിച്ച കല്യാണം കഴിപ്പിച്ചാണല്ലോ. അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു നേരെ പ്രവാചകന്റെ അടുക്കൽ പോയിട്ട് കംപ്ലൈന്റ് പറയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുള്ളയെ വിളിപ്പിച്ചു. വാപ്പ പറഞ്ഞ കംപ്ലൈന്റ് ആണല്ലോ, പരിഹരിക്കണമല്ലോ. എന്നിട്ട് ചോദിച്ചു, നീ എങ്ങനെയാണ് നോമ്പ് അനുഷ്ഠിക്കാറുള്ളത്? ഞാൻ എല്ലാ ദിവസവും നോമ്പ് അനുഷ്ഠിക്കും, ഒരു ദിവസം ഒഴിവില്ല. അപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ അങ്ങനെ എല്ലാ ദിവസവും നോമ്പൊന്നും എടുക്കണ്ട, മാസത്തിൽ 3 തവണ. നമുക്കറിയാം അയ്യാമുൽ ബീദ് 13, 14, 15 നോമ്പനുഷ്ഠിച്ചാൽ അതൊരു മാസം നോമ്പനുഷ്ഠിച്ച പ്രതിഫലമാണ്. അങ്ങനെ എല്ലാ മാസവും നോറ്റാൽ ഒരു വർഷം മുഴുവത്തെ പ്രതിഫലം നിനക്ക് കിട്ടി. പ്രവാചകൻ സിമ്പിളായി, ദീൻ എത്ര ലളിതമായിട്ടാണ് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ ആലോചിച്ചു. നീ 3 നോറ്റാൽ മതി, നിനക്ക് നിന്റെ ഉദ്ദേശം നടക്കുകയും ചെയ്യും. നീ എങ്ങനെയാ ഖുർആൻ പാരായണം ചെയ്യുക? ഞാൻ എല്ലാ ദിവസവും ഖുർആൻ മുഴുവൻ ഓതി തീർക്കും. നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ അദ്ദേഹം എക്സ്ട്രീം ആണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ യുവാക്കൾ ആലോചിച്ച് നോക്കുക, ഇങ്ങനെ യുവത്വമുണ്ട്. എന്ത്? രാവിലെ മുഴുവൻ നോമ്പ് നോക്കുന്ന ഒരു യുവത്വം, രാത്രി മുഴുവൻ ഖുർആൻ ഓതി തീർക്കുന്ന ഒരു യുവത്വം. നമ്മൾ ആലോചിച്ച് നോക്കി, എന്തൊരു അത്ഭുതമാണ്. വാപ്പയേക്കാൾ വലിയ ആബിദാണ് ഈ മകൻ. അപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത്, അങ്ങനെ നീ ഒരു ദിവസം മുഴുവൻ ഖുർആൻ ഓതി തീർക്കണം, നിനക്ക് ആവശ്യമാണെങ്കിൽ 10 ദിവസം കൊണ്ട്. അങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അത്യഅബാക, നീ നിന്റെ വാപ്പ പറയുന്നത് കേൾക്കണം കേട്ടോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷവും എന്തെങ്കിലുമൊക്കെ ഒരു ക്ലാഷ് ഉണ്ടായാൽ ഈ മകൻ പറയും, എന്നോട് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വാപ്പ അനുസരിക്കാൻ. നമ്മൾ ആലോചിച്ച് നോക്കൂ. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഈ 2 സംഭവങ്ങളും അന്നും പ്രശ്നങ്ങളുണ്ട് അല്ലെ. നമ്മള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും ഉത്തമമായ സമുദായം എന്റെ സമുദായമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞ സമൂഹത്തിൽ പോലും ഭാര്യയും ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നമുണ്ട്. ആ കംപ്ലൈന്റ് പ്രവാചകന്റെ അടുക്കൽ വരുന്നുണ്ട് എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അതിൽ തന്നെ വിഷയം എന്താണ്? സമയം കൊടുക്കുന്നതിൽ ഖുർആൻ പോലും തടസ്സമാകരുത്. അതാണ് നമ്മുടെ വിഷയം. സമയം കൊടുക്കുന്നതിൽ നോമ്പ് പോലും നിങ്ങൾക്ക് തടസ്സമാകരുത്. ഭാര്യയുടെ കൂടെ പുറത്തു പോകണം, അന്ന് നോമ്പ് എന്ന് പറഞ്ഞിട്ട് സമയം കളയാൻ കഴിയില്ല. ഭാര്യയുടെ കൂടെ സമയം ചെലവഴിക്കണം, അതിന് ഖുർആനാണ്, നമസ്കാരമാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ് കളയാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ദുനിയവിയായ തിരക്കുകൾ നമ്മൾ ആലോചിക്കുക പോലും വേണ്ട. അത് എത്ര കണ്ട് നമ്മൾ ഒഴിവാക്കണം, നമ്മുടെ കുടുംബത്തിന് സമയം കൊടുക്കുക എന്നുകൂടെ ആലോചിച്ചു കൊടുക്കുക. മറ്റൊന്ന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സംഭവം നമുക്ക് കാണാം. അബൂ റിഫായുടെ ഭാര്യ വന്നിട്ട് പ്രവാചകനോട് പറയാം, റസൂലേ, എൻ്റെ ഭർത്താവിന് പറയാൻ പറ്റുന്ന രീതിയിൽ മോശ സ്വഭാവമൊന്നുമില്ല, അദ്ദേഹം നല്ല മനുഷ്യനാണ്, പക്ഷെ എന്തോ എനിക്ക് മനസ്സുകൊണ്ട് അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അതുകൊണ്ട് അദ്ദേഹവുമായുള്ള വിവാഹബന്ധം വേർപെടുത്തണം എന്നാണ് എനിക്ക് ആഗ്രഹം. പ്രവാചകൻ അവരുടെ അവകാശത്തെ നിഷേധിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നീ നിനക്ക് തന്ന മഹർ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ്. അവിടെയാണ് ഇസ്ലാമിന് ആദ്യമായിട്ട് ഖുൽ എന്ന് പറയുന്ന നിയമം അവതരിക്കുന്നത്. സ്ത്രീക്ക് സ്വന്തമായി ഭർത്താവിനെ ഒഴിവാക്കണമെങ്കിൽ ഖുൽ എന്ന് പറയുന്ന സമ്പ്രദായം അവിടെയാണ് അവതരിക്കുന്നത്. ഞാൻ എൻ്റെ മഹർ തിരിച്ചു കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഈ പെണ്ണ് കല്യാണം ഇതുപോലെ വിവാഹമോചനം നേടി പുതിയൊരു ജീവിതം. ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അവര് അബൂ റിഫായെ ഒഴിവാക്കുമ്പോൾ തന്നെ കരുതിയത് ഒരുപക്ഷെ അയാളെ ഒഴിവാക്കിയാൽ അതിനേക്കാളും നല്ല ആലോചന വരും എന്ന് വിചാരിച്ചിട്ടാണ് ഈ പെണ്ണ് അങ്ങനെ ചെയ്തത്. സംശയമൊന്നുമില്ല. രണ്ടാമത് ആ പെണ്ണ് കല്യാണം കഴിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞു, കുറച്ച് മാസം കഴിഞ്ഞു, പെട്ടെന്ന് ഈ പെണ്ണ് കരഞ്ഞുകൊണ്ട് ആയിഷ ബീവിയുടെ അടുക്കലേക്ക് കടന്നു വരിക. മുഖം മുഴുവൻ ചുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഭർത്താവിന്റെ കയ്യിൽ കുതിരെ തല്ലുകൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പെണ്ണ്. ആയിഷ ബീവി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ഈ പെണ്ണിനെ കുറിച്ച് പറയാം, പ്രവാചകരെ, അവളുടെ മുഖത്തുള്ള ചുവപ്പ് കാണുമ്പോൾ എന്റെ തട്ടത്തിന്റെ ചുവപ്പാണോ അവളുടെ മുഖത്തിന്റെ ചുവപ്പാണോ ഏതാണ് കൂടുതൽ എന്ന് പോലും എനിക്ക് അറിയാൻ കഴിയില്ല. അത്രമേൽ അദ്ദേഹം ഈ പെണ്ണിനെ മർദ്ദിച്ചു. എന്നിട്ട് ഈ പെണ്ണ് ഭർത്താവിൽ നിന്ന് ഒഴിയാൻ വേണ്ടി എന്തൊക്കെയോ കംപ്ലൈന്റ് പറയുന്നുണ്ട്. ചില ഫിസിക്കൽ പ്രശ്നങ്ങളും അദ്ദേഹത്തിനുണ്ട് എന്ന് പറയുമ്പോഴാണ് ഭർത്താവ് കടന്നു വരുന്നത്. റസൂലെ, അവൾ പറയുന്നത് കളവാണ് എന്ന് പറഞ്ഞാൽ അവളുടെ ഉദ്ദേശം ആദ്യ ഭർത്താവിലേക്ക് പോവുക എന്നത് മാത്രമാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ. ഈ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇത് വായിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്, ഇന്നത്തെ യൂത്ത് പലപ്പോഴും പെട്ടെന്ന് കല്യാണം കഴിക്കുന്നു. കല്യാണം എത്ര പെട്ടെന്നാണോ അതിനേക്കാൾ വലിയ അത്രയും ധൃതിയിലാണ് ഇത് ഡിവോഴ്സ് നടക്കുന്നത്. എത്ര ഡിവോഴ്സ് കേസുകൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാർ ഇന്ന് കോളേജിൽ പഠിക്കുന്നവർ, നിങ്ങൾ ചോദിച്ചു നോക്കൂ. കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനോട് ചോദിക്കുമ്പോൾ കല്യാണവും കഴിഞ്ഞു ഡിവോഴ്സും കഴിഞ്ഞു. നമ്മൾ ആലോചിച്ചു, പണ്ടത്തെ കാലമല്ല, കല്യാണവും കഴിഞ്ഞു ഡിവോഴ്സും കഴിഞ്ഞു. ഡിഗ്രി 3rd ഇയർ പോലും കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാണ് അത്ര കോമൺ ആണ്. എന്താ വിചാരിക്കുന്നത്? ഇവനില്ലെങ്കിൽ വേറെ ആളെ കിട്ടും എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഈ പെണ്ണ് വിചാരിച്ചതുപോലെ അങ്ങനെ ആളെ കിട്ടി, പക്ഷെ ജീവിതം ദുരന്തമാണ്, ജീവിതം വളരെ പ്രയാസമാണ് എന്ന് പറഞ്ഞാൽ വാലിഡായ റീസൺ അല്ല. നിങ്ങളുടെ വിവാഹമോചനത്തിന് കാരണമെങ്കിൽ
പല ആളുടെയും ജീവിതം നമ്മൾ കാണാം, ആദ്യത്തേനേക്കാൾ കഷ്ടം എന്ന് പറഞ്ഞാൽ ജീവിതം ചില ഇടങ്ങളിൽ നമ്മൾ അങ്ങനെ വിചാരിക്കുകയാണ്, ഇതിനേക്കാൾ നല്ലത് കിട്ടും, ഇതിനേക്കാൾ നല്ലതുണ്ടാകും എന്ന് പറഞ്ഞിട്ട് ചെറിയ പ്രശ്നങ്ങളിൽ നമ്മളിതൊക്കെ ഒഴിവാക്കി പോവാണ്. ജീവിതം അവിടെയാണ് ദുരിതവും ആരംഭിക്കുന്നത് എന്ന് ആലോചിച്ചു. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ കഥ പറയുന്നുണ്ട്. ഭാര്യയ്ക്ക് വെള്ളപ്പാണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവനല്ല, ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ വെള്ളപ്പാണ്ടുണ്ട്. ഭർത്താവ് നല്ല മനുഷ്യനാണ്. ആദ്യത്തെ ദിവസം ഭാര്യയുടെ അടുക്കലേക്ക് കടന്നപ്പോൾ ഭർത്താവ് അതൊന്നും പ്രകടിപ്പിക്കാതെ അവളോട് പല പല കാര്യങ്ങളും സംസാരിച്ച് സന്തോഷത്തോടുകൂടി ഇരിക്കാൻ. അവസാനം ഭർത്താവ് പറഞ്ഞു, നീ ഒന്ന് വിചാരിക്കരുത്, എൻ്റെ കണ്ണിന് ചെറിയ പ്രശ്നമുണ്ട്, ചിലതൊന്നും എനിക്ക് അങ്ങനെ കാണാൻ കഴിയില്ല, ദൂരക്കാഴ്ചയുടെ പ്രശ്നമുണ്ട് എന്ന് ഭർത്താവ് പറഞ്ഞു. എന്തിന്? നിന്റെ വെള്ളപ്പാട് ഞാൻ അറിയുന്നില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി. അദ്ദേഹത്തിന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ ഭർത്താവ് മരണപ്പെട്ടു പോയി. ആ പെണ്ണ് പറയാൻ, ഒരു വർഷം ഭർത്താവ് മരണപ്പെടുന്ന ആ കാലം അത്രയും അദ്ദേഹത്തിന് എനിക്ക് വെള്ളപ്പാട് ഉണ്ടായിരുന്നു എന്ന കാര്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു, ഇവക്കറിയില്ല എന്നാണ്. നമ്മൾ ആലോചിച്ചോളൂ, സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയാൻ കഴിയുന്ന ഒരു രോഗം ഉണ്ടായിട്ട് പോലും ആ ഭർത്താവ് അറിയിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ കേൾക്കുന്ന ഡിവോഴ്സുകളുടെ കഥകൾ പലപ്പോഴും കേൾക്കാൻ, പെണ്ണിന് സൗന്ദര്യം കുറവാണ്, പെണ്ണിന് എൻ്റെ അത്ര സൗന്ദര്യമില്ല, അല്ലെങ്കിൽ ഞാൻ കണ്ട പെണ്ണുങ്ങളുടെ അത്ര ഒന്നും സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ മലപ്പുറത്ത്, കോഴിക്കോട്, കണ്ണൂർ സ്ഥലം മാത്രമേ മാറുന്നുള്ളൂ, വിഷയമൊക്കെ ഒന്നാണ്. ഡിവോഴ്സുകളുടെ വാർത്ത നമ്മൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അവൻ ഓക്കെ ആയിരിക്കും, അവൻ കല്യാണം കഴിച്ചിട്ട് നാട്ടുകാരും വീട്ടുകാരും പറയും നിനക്ക് പോരാ ആ പെണ്ണ് എന്ന് പറയും, ഇവനാണ് അങ്ങനെ തോന്നിപ്പോവാണ്. പലപ്പോഴും നമ്മുടെ വീടുകളിൽ മക്കൾ ഇങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ കുത്തി വരക്കും. പലപ്പോഴും നമ്മുടെ വീട് ആ ചുമര് എപ്പോഴും നമ്മൾ കാണുമ്പോൾ നമുക്കതൊരു ആർട്ടായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യാം. നമ്മുടെ മക്കള് ഒരുപക്ഷെ വരച്ചു തീർത്ത കലകളായിരിക്കും. ഏതെങ്കിലും ആൾ വന്ന് പറയുമ്പോഴാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് എന്താണ് ഇത്രയും, ചുമരെന്താണ് ഇത്രയും വൃത്തികേടായി എന്ന് പറയുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുക. എന്ന് പറയുന്ന പോലെ ഇയാൾ കൂക്കയാണ്, മറ്റുള്ളവർ പറഞ്ഞപ്പോൾ അയാൾക്ക് തോന്നുകയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്ന ആ സംഭവം നമ്മൾ ആലോചിച്ച് നോക്കും. ആളുകൾ സൗന്ദര്യം എന്ന് പറഞ്ഞിട്ട് ഇന്ന് വിവാഹ ബന്ധങ്ങളൊക്കെ വേർപ്പെടുത്തുകയാണ്. തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹ വലിഹസബിഹ വലിജമാലിഹ വലിദീനിഹ. ആളുകൾ കല്യാണം കഴിക്കുന്നത് 4 മാനദണ്ഡങ്ങൾ വെക്കാറുണ്ട്. സൗന്ദര്യം, തറവാടിത്ത, പണം. വലിദീനിഹ ഫൾഫർ ബിദാത്തിദ്ദീൻ തരിബത് യദാക്. അവസാനം പറഞ്ഞ ദീനുണ്ടല്ലോ, അതുണ്ടോ എന്ന് നീ നോക്കൂ, അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതം വിജയിച്ചു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ആ ജീവിതത്തിന് വിജയം ഉണ്ടാകുന്ന അങ്ങനെയാണ്. ഒരുപക്ഷെ നിനക്ക് എത്ര തന്നെ, നമ്മൾ ആലോചിച്ചു പ്രിയമുള്ളവരെ, എത്ര തന്നെ സൗന്ദര്യമുള്ള ഒരു പെണ്ണാണ് നിനക്ക് കിട്ടിയതെങ്കിലും അതിനേക്കാൾ സൗന്ദര്യമുള്ള വേറെ പെണ്ണ് ദുനിയാവിലുണ്ട്. എത്ര തന്നെ സൗന്ദര്യമുള്ള ഭർത്താവാണ് നിനക്ക് കിട്ടിയതെങ്കിലും അതിനേക്കാൾ സൗന്ദര്യമുള്ള ചെക്കന്മാർ ഈ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ ഈ സൗന്ദര്യത്തിന് ഒരു ലിമിറ്റ് വെക്കാൻ പറ്റുമോ? അത് മാത്രമാണ് നിന്റെ ജീവിതത്തെ സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ നിനക്ക് സന്തോഷിക്കാൻ കഴിയില്ല. അവിടെയാണ് ഫദ്ഫർ ബിദാത്തിദ്ദീൻ, നിന്റെ മനസ്സിന് സമാധാനം തരുന്ന ഒരു ഘടകമുണ്ട്. അത് അള്ളാഹു തരുന്നതാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ലൈല മജ്നൂനിനെ പറ്റി, അവരുടെ പ്രണയകാവ്യത്തെ പറ്റിയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ചരിത്രത്തിൽ കാണാം, ലൈല എന്ന് പറയുന്ന സ്ത്രീ, യുവതി അത്ര വലിയ സുന്ദരിയൊന്നും ആയിരുന്നില്ല എന്നല്ല, നമ്മൾ ഒരുപക്ഷെ ഇന്നത്തെ നമ്മുടെ ഒരു ബ്യൂട്ടി കോൺസെപ്റ്റിലൊന്നും ഒട്ടും യോജിക്കാൻ കഴിയാത്ത ഒരു പെണ്ണ്. പക്ഷേ മജ്നൂൻ, അദ്ദേഹത്തിന്റെ പേര് മജ്നൂൻ എന്നല്ല, പക്ഷെ പ്രേമമൂത്ത് ഭ്രാന്തായത് കൊണ്ടാണ് മജ്നൂൻ എന്ന് അയാളെ കുറിച്ച് ആളുകൾ പറയാറുണ്ടായിരുന്നത്. മജ്നൂൻ ഇങ്ങനെ ആ പെണ്ണിനെ പറ്റി കാവ്യാത്മകമായ രചനകൾ നടത്തുമ്പോഴൊക്കെ ആളുകൾ പറയാം, ഈ പെണ്ണിന് വേണ്ടിയാണോ നീ സംസാരിക്കുന്നത്, നീ പാട്ട് പാടുന്നത്? മജ്നൂൻ പറയുന്ന ഒരു വർത്താനുണ്ട്, ലൈലക്ക് സൗന്ദര്യമുണ്ട് എന്ന് കാണണമെങ്കിൽ എൻ്റെ മജ്നൂനിന്റെ കണ്ണുകൊണ്ട് നോക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗന്ദര്യം കാണാൻ കഴിയില്ല. എൻ്റെ കണ്ണുകൊണ്ട് കാണുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്ന ഒരു സൗന്ദര്യമുണ്ട്. പ്രിയമുള്ളവരെ, അള്ളാഹു തരുന്ന ഒരു സംതൃപ്തിയാണ്, അള്ളാഹു തരുന്ന ഒരു സമാധാനമാണ്. നമ്മൾ അത്തരത്തിൽ ജീവിതത്തെ സമീപിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നു, ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുന്നു. അങ്ങനെയാണ് ജീവിതത്തെ സമീപിക്കേണ്ടത്. ജീവിതം പൂർണ്ണമാകുന്നത് അപ്പോഴാണ്. അതുകൊണ്ടാണ് ആദം സ്വർഗത്തിലാണ് പടക്കപ്പെടുന്നത്. ആദമിന് സ്വർഗീയമായ എല്ലാ അനുഭൂതികളും ഉണ്ട്, എന്നിട്ടും ആദമിന് ജീവിതം പൂർണ്ണമായി തോന്നുന്നില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, അതേ ആദമിൽ നിന്നും അള്ളാഹു ഹവ്വയെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോഴാണ് ആദമിന് ജീവിതത്തിന് അർത്ഥം ഉണ്ടായതായി തോന്നുന്നത്. സ്വർഗമുണ്ട്, സ്വർഗീയ ആരാമങ്ങളും സൗകര്യങ്ങളും ഉണ്ട്, ജീവിതം അപ്പോഴും കംപ്ലീറ്റ് ആയി തോന്നുന്നില്ല. വഖലഖ മിൻഹാ റിജാലൻ വകസീറൻ വനിസാഅൻ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നിസാഇൽ പറയാണ്, ഖലഖ മിൻഹാ സൗജഹ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ ഫത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. അല്ലാഹു പുരുഷനിൽ നിന്നും മറ്റൊരു ഇണയുണ്ടാക്കുന്നു, അങ്ങനെ നിങ്ങളുടെ കുടുംബം വലുതാകുന്നു. അതിൽ ജീവിതം നിങ്ങൾ വല്ലാതെ സന്തോഷിക്കുന്നത് ഇങ്ങനെ ഒരു കുടുംബജീവിതം ഉള്ളത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് മാതൃകയാണ് എന്നതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതത്തിലും പ്രവാചകൻ മാതൃകയാണ്. നമ്മൾ എത്രയാണ് പ്രവാചകനെ കുറിച്ച് വായിക്കുന്നത്. പ്രവാചകന്റെ ആദ്യ ഭാര്യ ഖദീജയായിരുന്നു. ഖദീജയെ അത്ര കണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നു. ഖദീജ മരിച്ചിട്ട് വർഷങ്ങളായി. ആയിഷ പറയുന്നുണ്ട്,
ഖദീജയെ കുറിച്ചുള്ള അധികമായ വർത്താനം കേട്ടിട്ട് എനിക്ക് തന്നെ ദേഷ്യം വരുമായിരുന്നു. ഖദീജയെ കുറിച്ച് അത്രയും പറയണം. ഖദീജയെ കുറിച്ച് പറഞ്ഞ് എന്തെങ്കിലും വീട്ടിലൊന്ന് ഉണ്ടാക്കിയാൽ, ഒരു ആടിനെ അറുത്താൽ ഖദീജയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തേക്കുക. ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഏതെങ്കിലും ഒരാൾ വീട്ടിലേക്ക് വന്നാൽ ആയിഷ പറയാണ്, ചില സമയത്ത് പ്രവാചകനെ വല്ലാതെ കണ്ട് അയാളെ പരിഗണിക്കും. എന്താ കാരണം ചോദിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ആ മനുഷ്യൻ ഖദീജ ഉണ്ടായിരുന്ന കാലത്ത് വന്ന മനുഷ്യനായിരുന്നു. ഖദീജയുള്ള കാലമൊക്കെ പോയി. ഖദീജയുടെ കാലത്തുണ്ടായ സുന്ദരമായ അനുഭവങ്ങൾ വീണ്ടും ആസ്വദിക്കുമ്പോഴേക്ക് പ്രവാചകൻ ഖദീജ ഓർമ്മ വരും. ഇത് കേട്ടപ്പോൾ ആയിഷക്ക് ഭയങ്കര ദേഷ്യായി. എല്ലാ പ്രവാചകരെ, ഖദീജയേക്കാൾ ചെറുപ്പക്കാരത്തിനാണല്ലോ, ആ ഖദീജയേക്കാൾ സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കിട്ടിയിട്ടും പ്രവാചകരെ താങ്കൾ എന്തിനാണ് ഖദീജയുടെ പുറകിലേക്ക് പോകുന്നത്? ആയിഷ ബി പറയാ, ഞാൻ ഖദീജയെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ജീവിതത്തിൽ ഞാൻ ഖദീജയെ കണ്ടിട്ടില്ല. അതിനു മുമ്പ് ഖദീജ മരണപ്പെട്ടു പോയി. പക്ഷെ ഖദീജയോട് എനിക്ക് ദേഷ്യം തോന്നിയിരുന്നത് പ്രവാചകൻ വർഷങ്ങൾക്ക് ശേഷവും ഖദീജയെ ഓർത്തിരുന്നു. അപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഖദീജയോടുള്ള ഇഷ്ടം അത് അള്ളാഹു എനിക്ക് തന്ന ഇഷ്ടമാണ്, അതിനെ തകർക്കാൻ ആർക്കും കഴിയില്ല. പ്രിയമുള്ളവർ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇഷ്ടം അള്ളാഹു തരും, നമ്മൾ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണെങ്കിൽ. നമ്മൾ എന്നും പ്രാർത്ഥനയുണ്ടെങ്കിൽ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുൻ, അല്ലാഹു ആ ഇഷ്ടം ഖുർറത അയുൻ നമ്മൾ പറഞ്ഞല്ലോ, കൺകുളിർമ തരണേ എന്നാണ്, അള്ളാഹു തരും, നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഖദീജയെ കുറിച്ച് പ്രവാചകൻ അത് കൊടുത്തു. അതുകൊണ്ടാണ് നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറയിൽ ആദ്യം വഹി വന്നു. പ്രവാചകന് ജിബ്രീലിനെ കണ്ടിട്ട് പേടിയായി പോയി. പ്രവാചകൻ ഓടി ഇറങ്ങിയത് ആരുടെ അടുക്കലേക്കാണ് എന്ന് നമ്മൾ പഠിച്ചു നോക്കും. പ്രവാചകൻ എന്ന പരിചയം ഉണ്ടായിരുന്ന അബൂബക്കർ ഉണ്ടല്ലോ, കൂട്ടുകാരായിരുന്ന ഉമർ ഉണ്ടല്ലോ, അന്ന് മക്കയിലെ പ്രമാണിമാരുണ്ടല്ലോ, അവരുടെ ആരുടെയും അടുത്തേക്കായിരുന്നില്ല, മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഭാര്യ ഖദീജയുടെ അടുക്കിലേക്ക് പോകണം. അതുകൊണ്ടാണ് മുഴുവൻ ഇസ്ലാമിനെ രണ്ട് കോട്ടായി വിശദീകരിച്ചിട്ട് കാവ്യാത്മകമായി ചില പണ്ഡിതർ പറയാണ്, ഖദീജയുടെ പുതപ്പിന്റെ അടിയിൽ നിന്നും ആയിഷയുടെ മടിത്തട്ട് വരെ. അങ്ങനെയാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി കിട്ടിയത് ഖദീജയുടെ പുതപ്പിന്റെ അടിയിൽ വെച്ചാണ്. അവിടെ നിന്ന് തുടങ്ങി ആയിഷയുടെ മടിത്തട്ടിൽ കിടന്നിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത്. പ്രവാചകന്റെ മുഴുവൻ ചിത്രത്തിന്റെ രണ്ട് പ്ലേസിലും രണ്ട് സ്ത്രീകളെ വെച്ചിരിക്കുകയാണ്. അത് വേറെ ആരുമല്ല, അത് ഭാര്യയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, പ്രവാചകരെ, താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ്? നമ്മൾ ആരെയൊക്കെ കുറിച്ച് പറയും, ചിലപ്പോൾ ഫിലിം സ്റ്റാർ ഉണ്ടാവും, അതല്ലാത്ത ആളുകൾ ഉണ്ടാവും, ഇന്ന് റോൾ മോഡലായ പല ആളുകളും ഉണ്ട്. ഇത് ചോദിക്കുന്നത് പ്രൈവറ്റ് ആയിട്ടല്ല, ഒരുപാട് ആളുകൾ നിൽക്കുന്ന സമയത്താണ്. ഒരുപക്ഷെ ഭാര്യയെ ഇഷ്ടപ്പെട്ട മനുഷ്യൻ പോലും ഭാര്യയാണെന്ന് പറഞ്ഞാൽ കുറച്ചിലാണ്. അത് എനിക്ക് ഭാര്യയാണോ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് അത്ര കണ്ട് പബ്ലിക് ഫിഗർ തരില്ല എന്ന് കണ്ടിട്ട് ആളുകൾ ഭാര്യയുടെ പേര് മാത്രം പറയില്ല, ബാക്കി ദുനിയാവിലെ എല്ലാ മനുഷ്യരുടെ പേരും പറയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും ആലോചിച്ചില്ല, നീ പെണ്ണാണോ ചോദിക്കുന്ന ആണാണോ എന്നൊന്നും ചോദിച്ചില്ല. പ്രവാചകൻ പറഞ്ഞു ആയിഷ. ശരിക്കും സഹാബി ഉദ്ദേശിച്ച അതൊന്നും ആയിരുന്നില്ല. ആയിഷ എന്ന് കേട്ടപ്പോൾ ഈ സഹാബി രണ്ടാമത് ചോദിക്കുക, റസൂലെ, ഞാൻ ആണുങ്ങളിൽ നിന്ന് ആരെയാണ് ഇഷ്ടം, ഇദ്ദേഹത്തിന്റെ പേര് പറയും എന്ന് വിചാരിച്ചിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. കാരണം ഏത് മനുഷ്യനും അങ്ങനെ തോന്നുമായിരുന്നു, പ്രവാചകന് എന്നെയാണ് കൂടുതൽ ഇഷ്ടം, പ്രവാചകൻ എന്റെ പേര് പറയുമായിരിക്കും എന്ന് തോന്നുമായിരുന്നു. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ മനുഷ്യരോടും അടുത്തിരുന്നത്. പ്രവാചകൻ പറഞ്ഞു, ആണുങ്ങളിലാണെങ്കിൽ അബൂഹ, ആയിഷയുടെ വാപ്പ അബൂബക്കറിനെയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ ആയിഷയുടെ വാപ്പ അബൂബക്കർ എന്നല്ല പറഞ്ഞത്, അതും ആ പെണ്ണിലേക്ക്, എന്റെ ഭാര്യയിലേക്ക് ചേർത്ത് അവളുടെ വാപ്പ അബൂബക്കർ എന്നാണ് പറഞ്ഞത്. പ്രവാചകൻ അത്ര ഇഷ്ടമായിരുന്നു ഭാര്യ. അത് തുറന്നു പറയാൻ ആളുകളുടെ മുന്നിലുള്ള സ്റ്റാറ്റസ് ഒന്നും പ്രവാചകൻ നോക്കുമായിരുന്നില്ല. അത്ര കണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ആയിഷ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി വന്നാൽ പിന്നെ പ്രവാചകൻ നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തിരക്കിലായിരിക്കും. എന്ന് പറഞ്ഞാൽ അതുവരെ ഒരുപക്ഷെ നീ ബിസിനസ്മാൻ ആണ്, നീ ഒരു ടീച്ചറാണ്, നീ ഒരു പൊളിറ്റീഷ്യനാണ്, അത് വീടിന്റെ വാതിൽ കിടക്കുന്നത് വരെ കടന്നു കഴിഞ്ഞാൽ നീ കേവലം ഭർത്താവ് മാത്രമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബിയുടെ വീട്ടിലേക്ക് കയറി വന്നിട്ടും ഇന്നമൽ അമാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി അംരിൻ മാനവ, അങ്ങനത്തെ ഹദീസുകളല്ല, അല്ലെങ്കിൽ യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളല്ല, രാജ്യത്ത് നടക്കുന്ന പ്രതിസന്ധികളല്ല. ആയിഷയ്ക്ക് വേണ്ടത് എന്താണോ അത്, ഉമ്മു സലമക്ക് വേണ്ടത് എന്താണോ അത്, ഹഫ്സക്ക് വേണ്ടത് എന്താണോ അത്, അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംസാരങ്ങൾ. നമ്മൾ വേറെ എന്തൊക്കെയോ പറയും, പക്ഷെ അവർക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ല. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ നടക്കുന്ന ചില നല്ല അനുഭവങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അത് ഓർക്കുകയാണ്. ആയിഷ പറയുന്നുണ്ട്, ഞാൻ കുടിച്ച ഗ്ലാസ് പ്രവാചകന് കൊടുത്തു, അതേ ഇടത്ത് ഞാൻ എവിടെയാണോ ചുണ്ട് വെച്ചത്, പ്രവാചകൻ അവിടെ വെക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു, പക്ഷെ അവിടെ വെച്ചു. എന്തിന്? ആയിഷയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം, വേറൊന്നുമില്ല. അതുകൊണ്ടാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആയിഷ റളിയല്ലാഹു തആല അൻഹ അത് ഓർത്തെടുത്തത്. കേവലം അങ്ങനെ നടന്നില്ലായിരുന്നെങ്കിൽ എല്ലാ ദിവസവും പോലെ ആ ദിവസവും കടന്നു പോകുമായിരുന്നു. പ്രവാചകൻ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആയിഷ, നിനക്ക് സന്തോഷമുള്ളപ്പോഴും നിനക്ക് വെറുപ്പുള്ളപ്പോഴും എനിക്ക് തിരിച്ചറിയാൻ കഴിയും. അതെങ്ങനെയാണ് റസൂലേ താങ്കൾക്ക് അത് കഴിയാൻ? അപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ നീ സത്യം ചെയ്യുന്ന സന്ദർഭത്തിൽ വറബ്ബി മുഹമ്മദ്
എന്ന് നീ പറയാറുണ്ട്. മുഹമ്മദിന്റെ റബ്ബാണ് സത്യം. നിനക്ക് എന്നോട് ദേഷ്യമാണെങ്കിൽ റബ്ബി ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ റബ്ബാണ് എന്ന് പറഞ്ഞാൽ ആ പേര് നമ്മൾ പറയില്ല. അപ്പോഴും അങ്ങനെയാ. ഇത് കേട്ടപ്പോൾ ആയിഷ പറഞ്ഞു, യാ റസൂലല്ലാഹ് വല്ലാഹി ലാ അഹ്ജുറു ഇല്ലാ ഇസ്മക. റസൂലേ, താങ്കളുടെ പേര് മാത്രമേ ഞാൻ പറയാതുള്ളൂ, താങ്കളോട് ഇഷ്ടമൊന്നും എനിക്ക് കുറഞ്ഞിട്ടില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടാവും. ചില ആളുകൾ ഭാര്യയോട് ദേഷ്യം പിടിച്ചാൽ അവളുടെ പേര് പറയില്ലേ, ഒന്ന് ചായ എടുത്തേക്കുന്നേ പറയൂ, അല്ലെങ്കിൽ നിന്റെ ഉമ്മയോടൊന്ന് പറഞ്ഞേ എന്ന് മക്കളോടെ പറയുള്ളൂ. പേര് നമ്മൾ ഒഴിവാക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും നന്നാവുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ എല്ലാ കോണോട് കോണ് വായിക്കുമ്പോഴും ആയിഷ ബീബി പറഞ്ഞു തരുന്ന ഓരോ സന്തോഷകരമായ ഓരോ അനുഭവങ്ങൾ നമ്മൾ കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോകുമ്പോൾ ഭാര്യമാരെ കൂട്ടാറുണ്ടായിരുന്നു. ആയിഷക്ക് ഒരു ദിവസം പള്ളിയിൽ ഹബശിയക്കാരുടെ ചില വിനോദങ്ങൾ നടക്കാൻ അത് കാണിച്ചു കൊടുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ ഭാര്യമാർക്ക് സന്തോഷമുള്ള ഇടങ്ങളിൽ നമ്മൾ കൊണ്ടുപോകണം. നമ്മൾ എല്ലാത്തിനും പൈസ നോക്കും, നമ്മൾ എല്ലാത്തിനും പൈസ. പ്രിയമുള്ളവർ, നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല സ്വതക്ക ഏതാണ്? ഉമ്മക്കല്ല, ഭാര്യക്കാണ്. അതുകൊണ്ട് നമ്മൾ പഠിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാര്യയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ അവർക്ക് കൊടുക്കാം എന്ന വാഗ്ദാനത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ സ്വതക്കകളിൽ ഏറ്റവും നല്ല സ്വതക്ക എന്താണ്? നമ്മുടെ ഭാര്യമാർക്ക് കൊടുക്കുന്നതാണ്, നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നതാണ്. അതിൽ സമ്പത്ത് മാത്രമല്ല, സമയം കൂടെ പ്രാധാന്യമുള്ളതാണ് എന്നുകൂടെ നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ്, ഏതെങ്കിലും ഒരു വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ ആ വീട്ടിൽ പിശാച് അടുക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഒരു പണ്ഡിതൻ പറയാണ്, ഒരു ഭർത്താവ് എൻ്റെ അരികിൽ വന്നിട്ട് ഒരു സംഭവം പറയാണ്, എൻ്റെ വീട്ടിൽ വലിയ സമാധാനമുണ്ട്, വലിയ സന്തോഷമുണ്ട്. എനിക്ക് തോന്നിയത് ഒരൊറ്റ കാരണമാണ്, നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും സൂറത്തുൽ ബഖറ ഓതാറുണ്ട്. അത് കാരണമാണ് എനിക്ക് വീട്ടിൽ എപ്പോഴും സന്തോഷം തോന്നാറുള്ളത് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ബഖറ എന്ന് പറയുന്ന സൂറത്ത് നമുക്കറിയാം, ഏതാണ്ട് 50ഓളം പേജ് ഉണ്ട്, 2.5 ജുസു ഉണ്ട്. ഇത്രയും ഓതി തീർക്കാൻ കഴിയോ എന്ന കൗതുകത്തിൽ പണ്ഡിതൻ ചോദിച്ചപ്പോഴാണ് ആ മനുഷ്യൻ പറഞ്ഞത്, ഞാൻ ചെയ്യാറുള്ളത് എൻ്റെ വീട്ടിൽ 50 പേജുള്ള ഈ സൂറത്തുൽ ബഖറയിൽ 10 പേജ് മൂത്ത മകനെ ഏൽപ്പിക്കും, 10 പേജ് ഭാര്യ ഏൽപ്പിക്കും, 10 പേജ് ഞാൻ ഓതും, ബാക്കി 2 മക്കളെ ഏൽപ്പിക്കും. നമ്മൾ ആലോചിച്ചു, സൂറത്തുൽ ബഖറയെ ഡിവൈഡ് ചെയ്തു. നമ്മൾ പലപ്പോഴും നമ്മുടെ അപ്പന്മാര് ഒരു ചോക്ലേറ്റ് കൊണ്ടുവന്ന മക്കൾക്ക് ഡിവൈഡ് ചെയ്യും. ഇന്ന് പലപ്പോഴും മക്കൾക്ക് ടാബാണ്. മൂത്ത മകന് 2 മണിക്കൂർ ടാബ് കൊടുക്കണം, അത് കഴിഞ്ഞ് ഇളയതിന്, അത് കഴിഞ്ഞ് അതിന്റെ അനിയത്തിക്ക്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാർട്ടൂൺ കാണാൻ, ഗെയിം കളിക്കാൻ ഒക്കെ നമ്മൾ മക്കൾക്ക് ഓരോ സംവിധാനങ്ങൾ നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. സൂറത്തുൽ ബഖറയെ സ്പ്ലിറ്റ് ചെയ്തു. എന്തിന്? ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവാൻ. നമ്മൾ പ്രിയമുള്ളവർ ആലോചിച്ച് നോക്കും, ഇങ്ങനെ ഖുർആനിന്റെ ഒരു 10 ആയത്ത് നിനക്ക് ഓതാൻ പറ്റിയാൽ, 10 ആയത്ത് അനിയൻ ഓതാൻ പറ്റിയാൽ, 10 ആയത്ത് എനിക്ക് ഓതാൻ പറ്റിയാൽ, ഇങ്ങനെ ഖുർആനിന്റെ ഒരു ഭാഗമാകാൻ ഒരു കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ കഴിയാണ്. ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുകയാണ്. അള്ളാഹു സമാധാനം തരുന്നത് തന്നെ അങ്ങനെയാണ്. ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും. നമ്മൾ ആലോചിച്ചു. അതുപോലെയാണ് പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ വരുന്ന, പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ അത് പ്രശ്നങ്ങളായി കണ്ട് സൗമ്യമായി പരിഹരിക്കാൻ നമുക്ക് കഴിയണം. ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ വീട്ടിന്റെ മുറ്റത്ത് നിൽക്കുകയാണ്. ആ സമയത്താണ് ആയിഷ ബീവിയും പ്രവാചകനും തമ്മിൽ ചില പ്രശ്നങ്ങൾ നടക്കുന്നത് അബൂബക്കർ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നമ്മൾ ആലോചിച്ചു, ഏത് വീട്ടിലാണ് പ്രശ്നം നടക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലാണ്. അങ്ങനെ നടക്കും. കാരണം എന്താണ്? മനുഷ്യരാണ്, ഭാര്യമാരും മനുഷ്യരാണല്ലോ. പ്രവാചകന്റെ വീട്ടിലും ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ പിണക്കങ്ങൾ തന്നെ എന്തായിരുന്നു എന്ന് ഈ ഹദീസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ആയിഷ ശബ്ദം ഉയർത്തുന്നത് കണ്ടപ്പോൾ അബൂബക്കർ ഭയങ്കര ദേഷ്യമായി. അബൂബക്കർ വായിലിനെ മുട്ടിപ്പൊടിക്കാൻ, തുറന്ന എന്ന് പറഞ്ഞിട്ട് ചാടിക്കേഴ അബൂബക്കർ ആയിഷയെ തല്ലാൻ വേണ്ടി കൈ ഓങ്ങി. ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനെ തടഞ്ഞു. അബൂബക്കറിനെ തല്ലാൻ പറ്റിയില്ല. അബൂബക്കർ തിരിച്ചുപോയി. അപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അറഅയ്തിനി കൈഫ അൻഖുദുകി മിനർ റജുൽ, ആ മനുഷ്യനിൽ നിന്ന് ഞാൻ നിന്നെ സംരക്ഷിച്ചില്ലേ? നീ എന്നോടായിരുന്നല്ലോ ഇത്ര സമയം ഡിബേറ്റ് ചെയ്ത് തർക്കം ചെയ്തത്. അവസാനം ആര് വേണ്ടി വന്നു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ഭർത്താവ് വേണ്ടി വന്നു. അബൂബക്കർ തിരിച്ചുപോയി. കാരണം കുഴപ്പമാണല്ലോ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അബൂബക്കർ തിരിച്ചു വന്നപ്പോൾ അബൂബക്കർ തന്നെ പറയാൻ, ഇവര് ഫൈറ്റ് ചെയ്തായിരുന്നു ഞാൻ കുറച്ച് ദിവസം മുമ്പ് കണ്ടത്. ഖദിസ്തലഹ, അവർ തമ്മിൽ ഒരു പ്രശ്നമില്ല, ചിരിക്കുന്നു, സംസാരിക്കുന്നു, സന്തോഷിക്കുന്നു. അപ്പൊ അബൂബക്കർ പറയുന്ന വർത്താനുണ്ട്, അദ്ഖിൽനീഹ ഫീ ഹർബികുമാ കമാ അദ്ഖൽതുമാ ഫീ സിൽമികുമാ. നിങ്ങൾ ഫൈറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾ എന്നെ കടത്തി വിട്ടില്ലേ, അതുപോലെ ഞാനൊന്ന് കേറട്ടെ, നിങ്ങളുടെ സന്തോഷത്തിന്റെ ഭാഗമാവട്ടെ എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ ചില സമയത്ത് പിണക്കങ്ങൾ ഉണ്ടാവും, അത് പെട്ടെന്ന് ഇണക്കമായി മാറണം. ചില ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാലാകാലം അത് ഓർത്ത് നടക്കുകയാണ്. ഒരിക്കൽ ഉമർ ബിൻ ഖത്താബിനോട് തന്റെ ഭാര്യ കയർത്ത് കയറി സംസാരിക്കുമ്പോൾ ഉമർ പറയും, നീ എന്നോട് ഹൗ ഡെയർ യു എന്നൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ടോ, നീ എന്നോട്, എന്റെ സ്റ്റാറ്റസ് ആരാ, ഞാൻ അമീർ മുഅ്മിനീനാണ് എന്നൊക്കെ പറയുമ്പോൾ നീ എന്നോട് കയർക്കുകയാണോ, സംസാരിക്കുകയാണോ? ഭാര്യ ഉമറിനോട് പറഞ്ഞു കൊടുക്കാണ്, ഞാൻ താങ്കളോട് സംസാരിച്ചു എന്നതാണല്ലോ താങ്കളുടെ കംപ്ലൈന്റ്. നമ്മുടെ മകൾ ഹഫ്സ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചില ഫൈറ്റുകൾ ഉണ്ടാവും, ചില സംസാരങ്ങൾ ഉണ്ടാവും. ഇത് കേട്ടപ്പോൾ ഉമറിന് ഭയങ്കര ദേഷ്യമായി.
പ്രവാചകനോട് ഹഫ്സ എങ്ങനെ പറയും? നേരെ ഓടുകയാണ് ഉമർ ഹഫ്സയുടെ വീട്ടിലേക്ക്. ഹഫ്സയോട് ചോദിക്കാൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? നമ്മുടെ വീട്ടിൽ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്, പക്ഷെ ആരും അറിയില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ പോലും പ്രശ്നമുണ്ടെങ്കിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ പോലും പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ആ പിണക്കങ്ങളെ എത്ര പെട്ടെന്ന് ഇണക്കമാക്കാൻ കഴിയും? അവിടെയാണ് ജീവിതത്തിന്റെ വിജയം. പ്രവാചകൻ പറഞ്ഞു, വീട്ടിൽ അത്തരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പുറത്ത് പറയരുത്. പല ആളുകളും വീട്ടിൽ തന്നെ തീർക്കാൻ കഴിയുന്ന കാര്യങ്ങളെ പുറത്തു കൊണ്ടുവന്ന് ഏറ്റവും പരിഹരിക്കാൻ കഴിയാത്ത വഷളത്തരാക്കി മാറ്റാണ്. ഒരു പണ്ഡിതൻ ഒരു കഥ പറയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഒരു ഭർത്താവ് അദ്ദേഹത്തോട് പറഞ്ഞൊരു കഥ. ഞാനും ഭാര്യയും തമ്മിൽ വീട്ടിൽ ചെറിയ ഒരു 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 വാക്ക് തർക്കമായി. അങ്ങനെ ഭാര്യ കരഞ്ഞു. പെണ്ണുങ്ങൾ പലപ്പോഴും അങ്ങനെയാണ്, അവരുടെ ഇമോഷൻസ് പെട്ടെന്ന് കണ്ണീരിലൂടെയാണ് അവർ കാണിക്കുക. ഭാര്യ അങ്ങനെ കരഞ്ഞിരിക്കുമ്പോഴാണ് ഭാര്യയുടെ വീട്ടുകാർ പെട്ടെന്ന് കോളിംഗ് ബെല്ലടിക്കുക. ഭാര്യയുടെ വീട്ടുകാർ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഭാര്യ പെട്ടെന്ന് മുഖമൊക്കെ കഴുകിയിട്ട് വാതിൽ തുറന്നു. പക്ഷെ അങ്ങനെയൊക്കെ കഴുകിയാലും ആ കരച്ചിലിന്റെ അടയാളം മുഖത്ത് കാണും. പെട്ടെന്ന് വീട്ടുകാരെ ചോദിക്കാൻ, മാ യു ബിക്കീക്ക് മാ ബാലുഖ്, എന്താ എന്റെ പ്രശ്നം, എന്താണ് നിന്നെ വല്ലാതായിട്ട് കാണുന്നത്? ആ പെണ്ണ് ഒരുപക്ഷെ ഭർത്താവിനെ എല്ലാ കുറ്റവും പറയാൻ പറ്റിയ സന്ദർഭമാണ്. നിങ്ങളാണല്ലോ എന്നെ കെട്ടിച്ചു വിട്ടത്, മാന്യനാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് പ്രശ്നം എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു സന്ദർഭത്തിൽ പെട്ടെന്ന് ആ പെണ്ണ് പറയാണ്, നിങ്ങൾ വന്ന് കണ്ടപ്പോൾ സന്തോഷത്തിൽ അങ്ങ് കരഞ്ഞു പോയതാണ് എന്നീ പെണ്ണ് പറഞ്ഞു. ഒരുപക്ഷെ സ്വാഭാവികമായിട്ട് വീട്ടുകാർക്ക് സന്തോഷമായിട്ടുണ്ടാവും, പക്ഷെ അതിനേക്കാൾ ഏറെ സന്തോഷിച്ചു ഈ ഭർത്താവ്. കാരണം തന്നെ പഴി പറയാൻ കഴിയുന്ന ഒരു സന്ദർഭത്തിൽ ഈ പെണ്ണിന്റെ റിയാക്ഷൻ ഭർത്താവിന് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കും. നമ്മൾക്കിടയിൽ നടക്കുന്ന ഒരു പ്രശ്നം പുറത്ത് പറയാതിരിക്കുക എന്നതാണ്. ചില ആളുകൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. ഒരാൾ അനുഭവം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഭാര്യയെ അത്തരത്തിൽ ചെറിയ പ്രശ്നം ഉണ്ടായ സമയത്ത് വാട്സപ്പിൽ എന്തൊക്കെയോ ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ടു, ഞാൻ അങ്ങനെ സെൻഡ് ചെയ്തു. 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ ഞാനൊന്ന് കൂൾ ഡൗൺ ആയി. അങ്ങനെയൊന്നും പറയേണ്ടിയില്ലായിരുന്നു, പക്ഷേ ഞാൻ പറഞ്ഞു പോയല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തപ്പോഴാണ് കണ്ടത് അത് ഒരു പക്ഷേ എന്താ പറയുക, റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ട്, ആ മെസ്സേജ് സെൻഡ് ആയിട്ടില്ല. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ പണ്ഡിതൻ ചോദിക്കുകയാണ്, അങ്ങനെയുള്ള സന്ദർഭത്തിൽ നിങ്ങൾ അതേ മെസ്സേജ് തന്നെ അയക്കുമോ? അല്ല, ഒരു എഡിറ്റ് ബട്ടൺ അമർത്തിയിട്ട് കുറച്ചും കൂടെ ഒരു ലുത്ഫ്, കുറച്ചും കൂടെ ഒരു സോഫ്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് അയക്കാൻ പറ്റുമോ? സ്വാഭാവികമാണ്, നേരത്തെ ദേഷ്യത്തിൽ പറഞ്ഞാണ്. അദ്ദേഹം അതൊന്ന് എഡിറ്റ് ചെയ്ത് ഏറ്റവും നല്ല വാക്കുകളിലൂടെ പറയണം എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവർ ആലോചിച്ചു. എടുത്തുചാടി പറയുന്ന വർത്തമാനങ്ങൾ അത് അല്പം ഒന്ന് താമസിച്ചാൽ, അല്പം ഒന്ന് പിന്തിയാൽ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. അതുകൊണ്ടാണ് എടുത്തുചാടി വർത്താനം പറയരുത് എന്ന് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. നമ്മുടെ വിവാഹ ജീവിതത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ആളുകൾക്ക് പാസ്റ്റിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. ചില ഭർത്താക്കന്മാർ ഓപ്പണായിട്ട് ഭാര്യയോട് ചോദിക്കുകയാണ്, ചില ഭാര്യമാർ ഭർത്താക്കന്മാരോട് ചോദിക്കുകയാണ് പാസ്റ്റിൽ നടന്ന പ്രശ്നങ്ങൾ. അത് പറഞ്ഞ് നമ്മൾ ആരെയും വേട്ടയാടരുത്. കാരണം പാസ്റ്റ് ഇസ് പാസ്റ്റ്, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അവർ അള്ളാഹുവിനോട് തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും. പണ്ഡിതൻ തന്നെ ഒരു അനുഭവം പറയുന്നുണ്ട്. ഒരിക്കൽ ഒരു ഭാര്യ ഭർത്താവിന്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചേർന്ന് കടന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും പെണ്ണ് ഞാനല്ലാതെ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഈ ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്നത്. ഭർത്താവിന്റെ നെഞ്ചിനോട് ഇങ്ങനെ ചേർന്ന് കടന്നിട്ടാണ്. ഭർത്താവ് എന്തൊക്കെയോ പറയുന്നുണ്ട്. ആ സമയത്ത് ഭർത്താവ് പറയുന്നതിലേക്കല്ല, ഭർത്താവിന്റെ നെഞ്ചടിപ്പാണ് നോക്കുന്നത്. ഒരുപക്ഷെ ഭർത്താവിനെ നെഞ്ചടിക്കുന്നുണ്ടെങ്കിൽ മൂപ്പർക്ക് ഏതെങ്കിലും മുമ്പ് ബന്ധം ഉണ്ടായിരുന്നു. ഇതാണ് ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണ് ചിന്തിക്കുന്നത്. അവിടെയാണ് ഈ പണ്ഡിതൻ പറയാണ്, ജീവിതത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അത്തരം കാര്യങ്ങൾ പറയരുത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഒരു ഭാഗം അള്ളാഹു മറച്ചു വെച്ചതാണെങ്കിൽ നമ്മൾ അത് വെളിപ്പെടുത്തരുത്. അത് അള്ളാഹു മറച്ചു വെച്ചതാണ്. അള്ളാഹു പുറത്തു തരും, ജീവിതം സ്മൂത്ത് ആയിട്ട് അങ്ങനെ കടന്നു പോകണം എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ നമ്മൾ കാണുന്നത് കുടുംബജീവിതം ഭംഗിയാകും. നമ്മൾ ഭംഗിയാക്കുകയാണെങ്കിൽ അത് ദുരന്തമാകും. നമ്മൾ അത്ര കണ്ട് അതിനെ കുടുസാക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മുടെയൊക്കെ ദാമ്പത്യത്തിൽ എല്ലാവിധ ഖൈർ ബറകാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الواحد الأحد الذي لم يلد ولم يولد ولم يكن له كفوا أحد. صلى الله على نبينا محمد وعلى آله وأصحابه الأبرار. فقد قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആൻ ദാമ്പത്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സൂറത്തുൽ റൂമിൽ അള്ളാഹു പറയാണ്, വമിൻ ആയാതിഹി, നിങ്ങളുടെ ദാമ്പത്യം അത് അള്ളാഹുവിൻ്റെ ഒരു ആയത്താണ്, ഒരു ദൃഷ്ടാന്തമാണ്. അൻ ഖലഖലകും മിൻ അൻഫുസികും, കാരണം
അവൻ നിങ്ങൾക്ക് വേണ്ടി പടച്ചു തന്നത് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ആളുകളെയാണ് എന്ന് പറഞ്ഞാൽ അവർ മനുഷ്യരാണ്. ഇതസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകാൻ. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. ഖുർആൻ പറഞ്ഞ ആലോചിച്ച് നോക്കൂ. ഇതസ്കുനു ഇലൈഹ വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും, നിങ്ങളിൽ നിന്നുള്ള ഒരു മനുഷ്യനെയാണ് നിങ്ങൾക്ക് അല്ലാഹു തന്നത് എന്ന് പറഞ്ഞ മനുഷ്യനാണോ, സ്വാഭാവികമായി മനുഷ്യന്റെ എല്ലാ ബലഹീനതകളും ഉണ്ടാകും. നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുടെ ഭർത്താവാണ് അലി റളിയല്ലാഹു തആല. പ്രവാചകൻ ഒരിക്കൽ ഫാത്തിമയുടെ വീട്ടിലേക്ക് പോവാണ്. ഉച്ച സമയത്താണ് പോകുന്നത്. അലി ആ സമയത്ത് ഉറങ്ങാൻ വരുന്ന സമയമാണ്. പക്ഷെ അലിയെ കാണുന്നില്ല. പ്രവാചകൻ ചോദിച്ചു, അയിന് അലി, അലി എവിടെ പോയി? അപ്പോഴാണ് ഫാത്തിമ പറയുന്നത്, ഞാനും അലിയുമായി ചെറിയ പ്രശ്നം ഉണ്ടായി. അലി പെട്ടെന്ന് എന്ത് ചെയ്താണ് വീട്ടിൽ ഇറങ്ങിപ്പോയത് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇനി എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നമാകും എന്ന് കണ്ടിട്ട് ഇറങ്ങിപ്പോയതാണ്. അങ്ങനെ ഉണ്ടല്ലോ ചില സമയത്ത് പറയാതിരിക്കാൻ വേണ്ടി അലി ഒന്ന് മാറിയുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ആലോചിച്ചു, മകളുടെ വാപ്പയാണ് എന്ന് പറഞ്ഞാൽ അത്തരം ഒരു ട്രബിൾ അവരുടെ ജീവിതത്തിൽ കണ്ടു എന്നറിഞ്ഞപ്പോൾ പ്രവാചകൻ അത് വഷളാക്കാൻ പോയില്ല. എവിടെ അലി? അലിയെ തപ്പി പ്രവാചകൻ നടന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പള്ളിയിൽ കയറിയപ്പോൾ അലി മണ്ണിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോഴാണ് പ്രവാചകൻ യാ അബാ തുറാബ് ഖും, മണ്ണിന്റെ മകനെ എന്ന് പറഞ്ഞാൽ അലിയുടെ ദേഹത്താകെ മണ്ണ് പുരണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രവാചകൻ വിളിച്ചാണ് യാ അബാ തുറാബ് ഖും, മണ്ണിന്റെ മകനെ നീ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞിട്ട് വളരെ വളരെ ലയ്യനായി വളരെ സൗമ്യതയോടുകൂടി പ്രവാചകൻ അലിയെ തിരിച്ചു കൊണ്ടുപോവാണ്. ഈ ഹദീസുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞു തരാൻ എങ്ങനെയാണ് ഒരു പ്രശ്നത്തെ പ്രവാചകൻ ഡീൽ ചെയ്തത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, പ്രവാചകൻ എന്നെ വിളിച്ച ആ പേരുണ്ടല്ലോ അബൂ തുറാബ്, ശരിക്കും അലി റളിയല്ലാഹു തആല അൻഹുവിനെ ആളുകൾ വിളിക്കാറുണ്ടായിരുന്നു അബുൽ ഹസൻ. ഹസനാണ് മകനെ ചേർത്തിട്ട് അബുൽ ഹസൻ എന്ന് വിളിക്കാറുണ്ടായിരുന്നു. പക്ഷെ ആ പേരിനേക്കാൾ എനിക്കിഷ്ടം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച അബൂ തുറാബ് എന്ന പേരിലാണ്. ഇന്ന് അലിയെ കുറിച്ച് എഴുതിയ ഒരു പുസ്തകത്തിന്റെ പേര് ശ്രദ്ധയിൽപ്പെട്ടു, സീറത്ത് അബീ തുറാബ്, അബീ തുറാബിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപക്ഷെ പുതിയാപ്പള തെറ്റിപ്പോയ സമയത്ത് പുതിയാപ്പളോട് പറഞ്ഞ വാക്കുകൾ നമ്മൾ മറക്കൂല, കാരണം അത്രയും ഷൗട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. അത് നെഗറ്റീവായി എടുക്കേണ്ടുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞ ഒരു വാക്ക് പോലും അലിക്ക് ഓർമ്മയുണ്ട്, അലിയെ ഓർമ്മിക്കാൻ ആളുകൾ എഴുതിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് പ്രശ്നങ്ങളൊക്കെ ഡീൽ ചെയ്യേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നത്. അള്ളാഹു നമുക്കൊക്കെ അത്തരത്തിൽ ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നടക്കുന്ന കളക്ഷൻ നമ്മുടെ മദ്രസയുമായി ബന്ധപ്പെട്ട് സർഗ ഉത്സവം നടന്നിട്ടുണ്ട്. അതിൽ ചെറിയ ബാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നിങ്ങളാൽ കഴിയുന്ന എല്ലാ സംഭാവനകളും അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിർവഹിക്കണം, അതിന്റെ ഭാഗവാക്കാകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുപുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, അവരുടെ പരലോക ജീവിതം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും പ്രയാസം അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഫലസ്തീനിൽ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു നിത്യമായ ശാശ്വത പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ എല്ലാവിധ ഹൈറും ബർക്കത്തുകളും നൽകി അനുഗ്രഹിക്കട്ടെ. ഏറ്റവും സന്തോഷമുള്ള ഏറ്റവും സമാധാനമുള്ള അവസരങ്ങളും സന്ദർഭങ്ങളുമായി നമ്മുടെ കുടുംബ ജീവിതത്തെ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ മക്കളിൽ എല്ലാവിധ ഹൈറും ബർക്കത്തുകളും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിച്ച് അൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. إن الله يأمركم بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم.